ഇൻ്റലിജൻ്റ് ടാബ്ലറ്റ്. കുഞ്ഞുനാളിൽ കേട്ട ഒരു കഥ. നിങ്ങളും കേട്ട് കാണുമായിരിക്കും, കേൾക്കാത്തവരും ഉണ്ടാകുമല്ലോ. എന്നാൽ തുടങ്ങട്ടെ. നേരം പരപര വെളുത്തു വരുന്നേയുള്ളൂ. സൂര്യൻ കിഴക്കിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്. രംഗപ്രവേശത്തിന് സമയമായോ എന്ന്. രംഗപ്രവേശനം കാത്തു നിന്നാൽ ട്രെയിൻ അതിൻ്റെ പാട്ടിനങ്ങ് പോകും. അതിനാൽ കഥാനായകൻ ഒരു പട്ടര് 3 തവണ തുളസിത്തറ ചുറ്റി ഭസ്മക്കുറിയും തേച്ച് സ്റ്റേഷനിലേക്ക് നെട്ടോട്ടമാണ്. ഭക്ഷണമെടുക്കാൻ അയാൾ മറന്നില്ല. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ അയാൾ നടന്നു നീങ്ങി. അക്ഷരാർത്ഥത്തിൽ ഓടി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ട്രെയിൻ നോക്കി, സീറ്റ് നോക്കി. അദ്ദേഹം സീറ്റിലിരുന്നു. പെട്ടികളുടെ അനക്കങ്ങളും കലവില ശബ്ദങ്ങളുടെ കോലാഹലങ്ങളും അദ്ദേഹത്തെ ആലോസരപ്പെടുത്തി. ക്ഷമിച്ചിരുന്ന അയാളുടെ മുന്നിലായി ഒരു സായിപ്പാണ് വന്നത്. ഓ സമാധാനമായി. ഇവർ ഉറക്കെ സംസാരിക്കാത്തവരാണെന്ന് കേട്ടിരിക്കണോ? യാത്ര തുടങ്ങി. വയലുകളും മലകളും നദികളുമൊക്കെ സായിപ്പ് തൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറ കണ്ണുകളിൽ നിറയ്ക്കുകയാണ്. തമിഴ് പട്ടർ തൻ്റെ ഭക്ഷണ കിറ്റാണ് തുറന്നത്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ വെറുതെ ഇരിക്കാലോ എന്ന് കരുതിയിട്ടാവണം. ഇലയിൽ ഇഡ്ഡലിയാണ്, കൂട്ടത്തിൽ ചട്നിയും പൊടിയും. നമ്മുടെ സായിപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിലും പാത്രത്തിലെ ഭക്ഷണത്തിൽ കണ്ണു പതിയാതിരുന്നില്ല. അത് സ്വാഭാവികം മാത്രം. ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ സായിപ്പ് സാൻഡ്വിച്ച് വാങ്ങി വിശപ്പടക്കി. അടുത്തുള്ളവരോട് അല്ലറ ചില്ലറ കുശലം ചോദിച്ച ശേഷം രണ്ടാളും വെറുതെ ഇരിപ്പായി. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്കും രാത്രിയും പട്ടരുടെ പ്ലേറ്റിൽ ഇഡ്ഡലി കണ്ടപ്പോൾ സായിപ്പിന് ആകാംക്ഷയായി. സാർ, നിങ്ങളുടെ പ്ലേറ്റിൽ എന്താണ്? ഇതാണ് ഇഡ്ഡലി, അഥവാ ഇൻ്റലിജൻ്റ് ടാബ്ലറ്റ്. സരസനായ പട്ടരുടെ മറുപടി. വാട്ട്? സായിപ്പ് ഒന്ന് ഞെട്ടി. 2 നാളെ ബ്രേക്ക്ഫാസ്റ്റിന് തരുമോ എന്ന് സായിപ്പ്. എത്രയാ കാശ്? ഒന്നിന് 20 രൂപ. കൂട്ടത്തിൽ ചട്നി ഉണ്ടാവില്ല കേട്ടോ, പൊടി മാത്രം, ഓൺലി ഗൺ പൗഡർ. എങ്ങനെയൊക്കെയോ പറഞ്ഞു ഫലിപ്പിച്ചു പട്ടര്. രാവിലെ 2 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. എല്ലാം ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറയുമോ എന്ന് സായിപ്പ്. ഓ, ഇതിലങ്ങനെയൊന്നുമില്ല. ഉഴുന്നും അരിയും ശരിയായ റേഷ്യോയിലെടുത്ത് അരച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക, അത്രയേ ഉള്ളൂ എന്ന് പട്ടരും. സായിപ്പിൻ്റെ മുഖം പെട്ടെന്നാണ് മാറിയത്. മിസ്റ്റർ, ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഇതിനാണോ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് വാങ്ങിയത്? സായിപ്പ് ഇംഗ്ലീഷിലാണ് ആക്രോശിച്ചത്. സരസനായ നമ്മുടെ പട്ടർക്ക് ഒരു കൂസലുമില്ല. ഹലോ സാർ, അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊരു ഇൻ്റലിജൻ്റ് ടാബ്ലറ്റ് ആണെന്ന്. 2 എണ്ണം കഴിക്കുമ്പോഴേക്കും താങ്കൾക്ക് കൂടുതലായി ബുദ്ധി ഉദിച്ചത് കണ്ടില്ലേ? അരിശം സഹിക്കവയ്യാതെ ചമ്മലോടെ സായിപ്പും. സ്ഥലമെത്തുന്നതുവരെ സായിപ്പ് ചമ്മലുകൊണ്ട് മിണ്ടിയിട്ടില്ല. ഇൻ്റലിജൻ്റ് ടാബ്ലറ്റ് ഇഡ്ഡലിയുടെ കഥ ഇതാണ്.